തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചോദ്യം ചെയ്യലിൽ വന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളിലേക്ക്. പ്രതി അമിത്തിന്റെ ചോദ്യം ചെയ്യൽ വിശദാംശങ്ങൾ അതാണെന്ന് പുറത്തു വന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിച്ചത് കല്ലറ സ്വദേശി ഫൈസൽ ഷാജി എന്ന വിവരം പോലീസിന് ലഭിച്ചു. പ്രതി കുറ്റകൃത്യം നടത്താൻ പോകുന്നതിന്റെയും കൊലപാതകം നടത്തിയതിനു ശേഷം DVR ഉപേക്ഷിക്കാൻ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ്. വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്തൊരു കൊല മാത്രമാണ്. നമ്മുടെ പ്രാഥമികമായ അറിവ് വിജയകുമാറിനെ മാത്രം കൊല്ലാൻ ഉദ്ദേശിച്ചാണ് വന്നത് എന്നുള്ളതാണ്. കുറ്റസമ്മത മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ആ വീട്ടിൽ ഭാര്യയുമൊത്ത് ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന ആളാണ്. അപ്പോൾ വിജയകുമാറിൻ്റെ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ സാഹചര്യങ്ങളും എങ്ങനെ അകത്ത് കടക്കാം എന്നുള്ള അറിവെല്ലാം പ്രതിക്കുണ്ടായിരുന്നു. തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ ചോദ്യം ചെയ്യൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതൊരു കേട്ടുകേൾവിയില്ലാത്ത നടുക്കുന്ന കൊടും പകയുടെ നേർസാക്ഷ്യമായി മാറുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ പോലീസിൽ പിടിപ്പിച്ചതിന്റെ പക പ്രതി അമിത് ഉള്ളിൽ ഒളിപ്പിക്കുകയും വിജയകുമാറിനെ വകവരുത്തുക എന്ന തന്റെ ദീർഘനാളത്തെ പദ്ധതി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയുമായിരുന്നു. പ്രതിയുടെ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. പ്രതി നൽകിയ മൊഴികൾ എന്തൊക്കെയായിരുന്നു? അത് വളരെ വേഗം നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ പറഞ്ഞതുപോലെ ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഫോൺ മോഷ്ടിച്ചതിലേക്ക് പോകുന്നു. അതിൽ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൽ അയാൾ പറഞ്ഞ കാര്യം, പലതവണ ശമ്പളം ചോദിച്ചു, പക്ഷേ ആ ശമ്പളം നൽകാതിരുന്നു, അതിനുള്ള പ്രതികാരം എന്ന തരത്തിലേക്കാണ് മൊബൈൽ മോഷ്ടിച്ചത്. ഇതാണ് ഈ പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഫോൺ മോഷ്ടിച്ചതിന് പോലീസ് പിടിച്ച് അറസ്റ്റിലായി. അതുകൊണ്ട് ഭാര്യയുടെ പ്രസവകാലത്ത് തനിക്ക് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞ മറ്റൊരു കാര്യം. അത് അലസിപ്പോയി, ഗർഭം അലസി, പരിചരിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അയാൾ പറയുന്നുണ്ട്. വേണ്ട പരിചരണം കിട്ടാത്തതിനാലാണ് ഭാര്യയുടെ ഗർഭം അലസിപ്പോയി എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകോപന കാരണമായി ഈ കുറ്റവാളി പറയുകയും ചെയ്യുന്നു. ഇനി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത് ആരെ എന്നതിൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറയുന്നത് വിജയകുമാറിനെ മാത്രമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത് എന്നതാണ്. ശബ്ദം കേട്ട് മീര ഉണർന്നു വന്നു, അതുകൊണ്ട് തനിക്ക് മറ്റു മാർഗമില്ലാതെ മീരയെ കൂടി കൊലപ്പെടുത്തേണ്ടി വന്നു. ഇതാണ് ഈ പ്രതി പോലീസിനോട് പറഞ്ഞത്. അതെങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നതുകൂടി വളരെ വിശദമായി പറയുന്നു. ആദ്യം വിളക്കെടുത്ത് തലയ്ക്കടിച്ചു, അങ്ങനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പിന്നീട് ഇത് നടക്കാതെ വന്നു, അതോടെ വീട്ടിനുള്ളിൽ തന്നെ കോടാലിയെടുത്ത് ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് പ്രതി ഇന്ന് പോലീസിന് മുന്നിൽ സമ്മതിച്ച കാര്യങ്ങളാണ്. അതാണ് ഇത്ര ക്രൂരമായി എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, കടുത്ത പക അത് മാത്രമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നതുകൂടി ഇന്ന് പോലീസിന് മുന്നിൽ പ്രതി സമ്മതിച്ചതിന്റെ വിശദാംശങ്ങൾ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത്.